പ്രഭാത വന്ദനങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധീകരണമാണ്. അതിൽ തന്നെ സ്ഥാനീയമായ വിശുദ്ധീകരണവും പ്രായോഗികമായ വിശുദ്ധീകരണവും നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനി നാം പഠിക്കുന്നത് സമ്പൂർണ്ണമായ വിശുദ്ധീകരണം എങ്ങനെ ഉളവാവും, വിശുദ്ധീകരണത്തിന്റെ ഫലങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ നാം ചിന്തിക്കുമ്പോൾ നിശ്ചയമായിട്ടും വചന പഠനം നമ്മെ കൂടുതൽ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക്, നീതിബോധത്തിലേക്ക് നമ്മെ നയിക്കും. ഈ ശുശ്രൂഷയുടെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക എന്നുള്ളതാണ്. ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നെങ്കിൽ ഇന്ന് എപ്രകാരം ജീവിക്കും, അതത്രേ ഈ ശുശ്രൂഷയുടെ അത്യധികമായ ലക്ഷ്യം. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ കൂടി വെളിപ്പെട്ട് വരിക, ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ആർദ്രത, ക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചു, ജീവിച്ചു, ക്രിസ്തു സമാനമായ ശൈലി നമ്മൾക്കുണ്ടാകേണ്ടതിന്റെ ആവശ്യകത വിശുദ്ധീകരണത്തിൽ കൂടി നമുക്ക് നിശ്ചയമായും അത് വെളിപ്പെട്ട് വരും. വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒരു ബാലികേറാമലയല്ല, നാം ചെയ്ത് തീർത്ത് പരിശ്രമിച്ച് പ്രവർത്തിച്ച് അങ്ങനെ സമ്പാദിക്കുന്ന ഒരു കാര്യമല്ല. അത് കേവലം തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും അവകാശവാദങ്ങൾ കൊണ്ടോ പാരമ്പര്യങ്ങൾ കൊണ്ടോ എനിക്ക് സ്വായത്തമാക്കി എടുക്കാവുന്നതല്ല വിശുദ്ധീകരണം. നാം ചിന്തിച്ചത് കർത്താവ് തന്നെയാണ് നമ്മുടെ വിശുദ്ധി. കർത്താവ് എന്നിൽ വസിച്ചുകൊണ്ട്, കർത്താവിന്റെ ആത്മാവിൽ വസിച്ചുകൊണ്ട് എന്നിലൂടെ കർത്താവ് ജീവിക്കുകയാണ്. എന്റെ സ്വയത്തിന്റെ പ്രയത്നങ്ങൾ അവസാനിക്കുന്നിടത്ത് ക്രിസ്തു എന്നിലൂടെ തുടങ്ങുകയാണ്. ഞാൻ നിർത്തുന്നിടത്ത് കർത്താവ് ആരംഭിക്കുന്നു. ഞാൻ എന്റെ പ്രയത്നങ്ങൾ അവസാനിപ്പിക്കുന്നിടത്ത് കർത്താവ് ആത്മാവിൽ തുടങ്ങുന്നു. ആത്മാവിലൂടെ ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് നമുക്കതിനെ വിവരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് നിരന്തരമായി പറയുന്നത്, ഇനി ഞാനില്ല, ഇനി ഞാൻ ജീവിക്കുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ സ്വയത്തിൽ നാം മരിച്ചിട്ട് ക്രിസ്തു നമ്മളിലൂടെ ജീവിക്കുന്നു. കൂടുതൽ വ്യക്തമാക്കിയാൽ, സ്വന്തം ഇഷ്ടങ്ങൾ മരിച്ചെടുത്ത് യജമാന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തി. അതാണ് വിശുദ്ധീകരണത്തിൽ നമുക്ക് വേഗത്തിൽ പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വസ്തുത. ഇന്ന് നാം വിശുദ്ധീകരണത്തിന്റെ വിവിധ മേഖലകളിൽ നമുക്കൊരു പുതിയ വായന ആവശ്യമാണ്. അതെന്തെല്ലാമാണെന്ന് പരിശോധിക്കും. ഒരുവൻ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ വിശുദ്ധി പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ പകരുന്നു എന്നുള്ള കാര്യം നാം ചിന്തിച്ചു കഴിയും. തന്നിമിത്തം പാപി എന്നുള്ള അവന്റെ മേലെഴുത്ത് എന്നേക്കുമായി മാറുകയും തലസ്ഥാനത്ത് വിശുദ്ധൻ എന്ന പേരിന് അവൻ അർഹനായി തീരുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ഈ ശുദ്ധീകരണത്തോടെ അവന്റെ ദേഹവും ദേഹിയും ആത്മാവും പരിശുദ്ധാത്മാവിന്റെ അവകാശമായി തീരുകയും പരിശുദ്ധാത്മാവ് അവയെ തന്റെ വ്യക്തിപരമായ ഉദ്ദേശത്തിനായി വിശുദ്ധീകരിച്ച് വേർതിരിക്കുകയും ചെയ്യുന്നു. പഴയ നിയമത്തിൽ മഹാപുരോഹിതനായ അഹരോനെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ പുരോഹിതനായി അല്ലെങ്കിൽ ഹൈ പ്രീസ്റ്റായി മോശ വിശുദ്ധീകരിച്ച് വേർതിരിച്ച ദിവസം മോശ അറുക്കപ്പെട്ട യാഗമൃഗത്തിന്റെ രക്തം ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് അഹരോന്റെ ശരീര അവയവങ്ങളിന്മേൽ പുരട്ടുന്നതായി നാം പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിൽ വായിക്കും. ഇങ്ങനെ ചെയ്യുകയാൽ അഹരോന്റെ ശരീര അവയവങ്ങളെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി സമ്പൂർണ്ണമായി വിശുദ്ധീകരിച്ച് വേർതിരിക്കുകയായിരുന്നു. ഇത് നിമിത്തം വ്യക്തിപരമായ വിശുദ്ധീകരണവും വേർപാടിന്റെ ഉപദേശവും പരസ്പര പൂരകങ്ങളായി തിരുവെഴുത്തിൽ നാം കാണുന്നു. അപ്പോൾ ഒരു ചിന്ത നമുക്ക് വന്നു കാണും, എന്താണ് വിശുദ്ധി, വേർപാടും? സർവ്വസാധാരണമായി ദൈവമക്കൾ എപ്പോഴും ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ് വേർപാടും വിശുദ്ധി. അല്ലെങ്കിൽ വിശുദ്ധീകരണം വേർപാടും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിന്റെ ബന്ധം എന്താണ്? പ്രിയമുള്ളവരെ, വേർപാട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയാന്തർഭാഗത്തെ സ്വഭാവത്തിന്റെ പ്രത്യക്ഷമായ ഒരു പ്രകടനമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ജീവിതത്തിൽ വിശുദ്ധി പ്രാപിക്കുന്ന ഒരു വ്യക്തി നിശ്ചയമായും ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് തന്നെത്താൻ അകറ്റി തന്നെ സൂക്ഷിക്കും. നാം നേരത്തെ ചിന്തിച്ചതുപോലെ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവിക സ്വഭാവമാണ്. ദൈവ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. ഒരു ഉദാഹരണത്തിൽ അത് വ്യക്തമാക്കിയാൽ, ഒരാട്ടിൻകുട്ടി അതിന്റെ ശരീരത്തിൽ എവിടെങ്കിലും അല്പം ചെളി പറ്റിയാൽ അത് നിലവിളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പുൽത്തകടിയിൽ കിടന്ന് ആ ചെളി ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെയും ഉരസി ആ അഴുക്ക് കളയുവാൻ ശ്രമിക്കുന്നത് നാം കണ്ടിരിക്കും. എന്നാൽ ആടിനെ പോലല്ല പന്നി ചെയ്യുന്നത്. ഒരു ചെളിക്കുണ്ട് കണ്ടാൽ അതിന് പിന്നെ ആഘോഷമായി അതൊരു ഉത്സവമായി മാറും. പെട്ടെന്ന് പോയി അതിൽ ചാടുകയും അവിടെ കിടന്ന് ഉരുളുകയും മറിയുകയും ഈ ചെളിയിൽ കിടന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നതായിട്ട് നാം ദർശിച്ചിട്ടുണ്ട്. ആത്മാവിന് വിശുദ്ധീകരണം പ്രാപിച്ച വിശ്വാസി മാലിന്യങ്ങൾ കൂടാതെ ഈ ലോകത്ത് ജീവിപ്പാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവനാണ്. ഏതെങ്കിലും വിധത്തിലുള്ള അശുദ്ധിയോ പരാജയങ്ങളോ വീഴ്ചകളോ അവനിൽ സംഭവിച്ചാൽ പന്നിയെപ്പോലെ അവിടെ കിടന്ന് വീണ്ടും വീണ്ടും താഴോട്ട് പോകുവാനല്ല, അതിൽ നിന്ന് പുറത്തു വരുവാൻ, കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ നിലനിൽക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ വചനം പറയുന്നത് സഭയെ ശുദ്ധവും ശുഭ്രമായി നിർത്തേണ്ടതിന് എന്ത് ചെയ്യുന്നു? വചനമെന്ന വെള്ളം കൊണ്ട് കഴുകുന്നു. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനം ശുദ്ധീകരിക്കുന്നു, വചനം നമ്മെ കഴുകുന്നു, രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു, ആത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു. ലോകത്താലുള്ള അങ്ങനെയുള്ള കളങ്കങ്ങൾ പറ്റുമ്പോൾ ദൈവവചനത്തിന്റെ സഹായത്തോടെ, പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നാം തന്നെ വിശുദ്ധീകരിച്ച് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം നിരപ്പ് പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ക്രമീകരണം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകണം. അവിടെയാണ് നമ്മുടെ വിശുദ്ധിയും വേർപാടും പരസ്പര പൂരകങ്ങളായി ഒരുമിച്ച് പോകുവാൻ ഇടയാകുന്നത്. എന്താണ്? പുതിയ നിയമത്തിൽ ഒരു പ്രധാനപ്പെട്ട കൽപ്പനയാണ്, ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും എന്നാണ് അത്യധികമായ ദൈവിക കൽപ്പന. എന്നാൽ വിശുദ്ധിയിൽ തുടരുവാൻ വിളിക്കപ്പെട്ട ഞാനും നിങ്ങളും പലപ്പോഴും ആ ജീവിത അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയാതെ നമ്മളിൽ ഉളവാകുന്ന ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ കുറവുകൾ എന്താണെന്ന് കണ്ടുണർന്ന് ദൈവദിനത്തിന്റെ സഹായത്തോടെ
പരിശുദ്ധാത്മാവ് നമ്മെ വിശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, പ്രിയമുള്ളവരെ, അതിനായി സമർപ്പിക്കുമ്പോൾ നമുക്ക് നിശ്ചയമായും വിശുദ്ധിയിൽ തന്നെ തുടരുവാൻ കഴിയും. പഴയ നിയമ ഇസ്രായേലിന്റെ ബന്ധത്തിലും എന്താണ് ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രമാണം? അവർ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പുരോഹിത വർഗമാണ്. ദൈവത്തിന് മുമ്പാകെ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് അവനെ ആരാധിക്കുന്ന ഒരു പ്രത്യേക ജനമായിരിക്കാനാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ചു വേർതിരിച്ചത്. പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ അവർക്ക് ലഭിച്ച വീണ്ടെടുപ്പ് അതെന്തിനെ കാണിക്കുന്നു? അവരുടെ സ്ഥാനീയ വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. കുഞ്ഞാട് ഒരിക്കൽ അറുക്കപ്പെട്ടു. ഇനി ദിവസം തോറും അവർ അനുഷ്ഠിച്ചു വരുന്ന യാഗങ്ങൾ അത് എന്തിനെ വെളിപ്പെടുത്തുന്നു? പ്രായോഗിക വിശുദ്ധീകരണം. അതിന്റെ ചിത്രമാണ് ദൈവം അവർക്ക് നൽകിയ യാഗത്തിന്റെ പ്രമാണം. പുറപ്പാടിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി മിസ്രൈമിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു കുഞ്ഞാട് യാഗമാകും. എന്നാൽ വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ ദൈവം അവർക്ക് യാഗങ്ങളുടെ പ്രമാണം നൽകി. പാപം സംഭവിക്കുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള പരിഹാരം. തന്റെ ജനം എക്കാലവും ദൈവത്തെ സേവിക്കുന്നവരും വേർപാടും വിശുദ്ധിയും നിലനിർത്തുന്നവരുമായിരിക്കണമെന്ന് ദൈവത്തിന് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിസ്രൈമിൽ നിന്നുള്ള സമ്പൂർണ്ണ വേർപാടിനായി ദൈവം ഇച്ഛിച്ചതും 3 ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ ചെന്ന് ദൈവത്തെ ആരാധിപ്പാൻ ആവശ്യപ്പെട്ടതും വാഗ്ദത്ത ദേശത്തെത്തിയ ശേഷവും ജനം പാലിക്കേണ്ടിയിരുന്ന വിശുദ്ധിയുടെ നിയമത്തിൽ യാതൊരു ഇളവുകളും ദൈവം ചെയ്തില്ല. ആവർത്തന പുസ്തകം 22:21 നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും: നോ മിക്സഡ് മാരേജ്. വളരെ ശക്തമായ പ്രമാണമാണ്. ജാതീയമായ പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവര്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവര്, മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവര്, അപ്രകാരമുള്ള ജനവിഭാഗങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ വിവാഹബന്ധം കൂടുവാൻ പാടില്ല എന്ന് വളരെ ശക്തമായ ഒരു താക്കീത് ഒത്തിരി കാര്യങ്ങൾ 22-ാം അധ്യായത്തിലുണ്ട്. നോ മിക്സഡ് ലൈഫ് സ്റ്റൈൽ, നോ മിക്സഡ് സർവീസ്, നോ മിക്സഡ് ക്ലോത്തിങ്. ഈ ഭാഗങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ അവരുമായി യോജിച്ചു പോകാൻ കഴിയാത്ത ജീവിത വ്യവസ്ഥകൾ, അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ പക്ഷം ചേരാതെ, അവരോടുകൂടി ഇഴചേരാതെ അവരിൽ നിന്ന് തന്റെ ജനം എപ്പോഴും വ്യത്യസ്തമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനെ ഒരു പുതിയ നിയമ വേർഷൻ പൗലോസിന്റെ വാക്കുകളുണ്ട്. 2 കൊരിന്ത്യർ 6:14 മുതൽ 16 വരെ വാക്യങ്ങളിൽ വിശ്വാസിയും അവിശ്വാസം തമ്മിൽ വിവാഹബന്ധം പാടില്ല, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ യാതൊരു കൂട്ടായ്മയും പാടില്ല, വെളിച്ചവും ഇരുളും തമ്മിൽ ഒരു ചേർച്ചയുമില്ല, ക്രിസ്തുവിനും ബലിയാമിനും തമ്മിൽ ഒരു പൊരുത്തവുമില്ല, ദൈവാലയവും വിഗ്രഹങ്ങളും തമ്മിൽ ഒരു യോജിപ്പില്ല. അപ്പോഴാണ് മഹത്തായ ദൈവത്തിന്റെ കൽപ്പന ദൈവം അരുളി ചെയ്തത്: അവരുടെ നടുവിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിക്കും. അപ്പോൾ ഒരു വാഗ്ദത്തം നൽകി: എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. അപ്പോൾ എന്താണ് പ്രിയമുള്ളവരെ ക്രിസ്തീയ വിശുദ്ധിയുടെ മാനദണ്ഡം? ഇസ്രായേൽ ജനം മരുഭൂമിയിലും കനാൻ ദേശത്തും അവർ പാലിക്കേണ്ടിയിരുന്ന വിശുദ്ധിയുടെ നിയമാവലികൾ നാം ഈ ചിന്തിച്ചതൊക്കെയാണ്. പുതിയ നിയമ വിശ്വാസികളും തങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ പാലിക്കേണ്ട വിശുദ്ധിക്ക് ഒരു മാനദണ്ഡമുണ്ട്. നാം അത് 1 പത്രോസ് ലേഖനം 1:14 വാക്യത്തിൽ വായിച്ചു കേട്ടു: ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുകയും. ഇവിടെ ഞാനെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും പത്രോസ് അല്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മാതൃകാ ജീവിതം നയിച്ച നിരവധി ഭക്തന്മാർ നമുക്കുണ്ട്. എങ്കിലും അവരുടെ ആരുടെയെങ്കിലും ജീവിത വിശുദ്ധി നമ്മുടെ ജീവിത വിശുദ്ധിയുടെ അളവുകോലായി അല്ലെങ്കിൽ മാതൃകയായി ദൈവം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ വാക്യം ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയുമാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടാകാം: ദൈവ സ്വഭാവത്തിന് സമ്പൂർണ്ണമായി താതാത്മ്യപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉയർന്നു വരാം. അതിന് മറുപടി ദൈവം എന്നുള്ള നിലയിൽ പരിശുദ്ധനാണ്. യെശയ്യാ 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്നിങ്ങനെ സാറാഫുകൾ ആർത്തുല്ലസിക്കുന്ന ആരാധന ഗീതം സ്വർഗീയമായ ഒരു ദർശനത്തിൽ യെശയ്യാവ് കേട്ടു. അത് ദൈവത്തിന് മാത്രമുള്ള ഒരു സ്വഭാവ ഗുണമാണ്. ദൈവമല്ലാതെ പരിശുദ്ധനായ മറ്റൊരാൾ കൂടി ഈ ഭൂമിയിലില്ല. അങ്ങനെയെങ്കിൽ ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരാകുകയും എന്നുള്ള ദൈവകൽപ്പന ഏതുവിധം പ്രായോഗികമാക്കണമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്തിലേക്ക് നാം എത്തി നോക്കേണ്ടത്.